പ്രാർത്ഥിക്കാം. ആവോൻ വൈഷ്ണയ്യ ആവോൻ വൈഷ്ണയ്യ ഗമനേ സ്മയ്യ വരാറംബു ശോകം ഇലവനുനന്ദ ഐക്യസ്മയ്യ നിസ്കന്ദസ്മ ഏകേ മൽകോസ നിർവേ സവിയാന ഐക്യനാഥ വൈഷ്ണയ്യ ആദം പശുവിൻ ഔബായും പഹുതാത്തെ ഐക്യനാഥൻ സ്വത്തൻ ഹരിയാവി കുലാകമരിൽ ലസ്യോയ് എല്ലാ ഉഖൈല ഉസ്സഹത ആദം അലി ൂഹാലാവാ ഊലബ്രാ വലൂഹാ കുരിശാം സന്ദേശ ആവോസ്മയ്യ ഗമനേസ്മയ്യ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയ ജോബി പണ്ണമരിക്കച്ച സെക്രട്ടറി അച്ഛ തയ്യലച്ച പ്രിയ സഹോദരി സഹോദരന്മാരെ, കുർബാന തിരുനാളില് ആരംഭിച്ച പരിശുദ്ധ കുർബാന പഠനം 6 മാസക്കാലം നീണ്ടു നിന്നത് 26 ഞായറാഴ്ച ഒരു സമാപനമായിരുന്നു. ഇന്ന് രാവിലെ കുർബാന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ആരംഭിച്ചത്. 70-നും 80-നും ഇടയ്ക്ക് ആൾക്കാര് രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ചിലർക്ക് ഉച്ച കഴിഞ്ഞ് പോയേണ്ടി വന്നു, മറ്റു ചില ആവശ്യങ്ങളുണ്ട്. എങ്കിലും ഇപ്പോഴും പിതാവ് കാണുന്നത് പോലെ ആൾക്കാർ ഇതിലുണ്ട്. ഇത് ഈ കോഴ്സിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു പരിശീലനം മാത്രമാണ്. 270-ഓളം ആൾക്കാര് കോഴ്സ് രജിസ്റ്റർ ചെയ്യുകയും പലപ്പോഴായിട്ട് കോഴ്സ് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. 170 പേര് ഈ കോഴ്സ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റിന് അർഹതയുള്ളവരായി തീർന്നിട്ടുണ്ട്. അതിലും എല്ലാവർക്കും വരാൻ സാധിച്ചിട്ടുണ്ട്. കാരണം സിറോ മലബാർ സഭയിൽ ഇന്ത്യയും തന്നെ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലുള്ള സിറോ മലബാറുകാർ ഈ കോഴ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെയും ഏറ്റവും ആദ്യം ഇവിടെ എത്തിച്ചേരുന്നത് വരാപ്പുഴ നിന്നും എറണാകുളത്തു നിന്നുമൊക്കെയുള്ള നമ്മുടെ സഹോദരങ്ങളാണ്. സിറോ മലബാർ സഭ മുഴുവന്റെയും ഒരു പരിച്ഛേദം ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഈ സന്ദർഭത്തിൽ ഇതിന് അനുവാദം തന്ന, ആശീർവാദം തന്ന പിതാവിന് നന്ദി പറയുന്നതോടൊപ്പം ഈ സർട്ടിഫിക്കറ്റ് നൽകുവാനായിട്ടും ഞങ്ങൾ പിതാവിന് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ കഴിഞ്ഞ 27-ാം തീയതിയായിരുന്നു പിതാവിന്റെ ജന്മദിനം. നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് പിതാവിന് ആശംസിക്കുകയാണ്. അച്ഛൻ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും ഇവിടെയുണ്ട്. പൗരസ്ത്യ വിദ്യാപീഠത്തില് റിസർച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ സുറിയാനി ഇവിടെ എത്തുന്നവർക്ക് പരിശീലിപ്പിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അച്ഛനെയും ജോലിയച്ഛനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട അച്ഛന്മാര് മാനേജനുണ്ട്, കൈലച്ചനുണ്ട്. പിന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് പിതാവിനെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി.
പ്രേം നസ്രാണി ദേറായുടെ ഡയറക്ടർ പ്രിയങ്കരനായ ആൻഡ്രൂസ് നക്കാട്ടിൽ നിരച്ച രച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഞാനുമായിരിക്കുന്നത്. കപ്പന്തല ബിഷപ്പ് നസ്രാണി ദേറ നമുക്ക് ഈ അടുത്ത നാളിലൊക്കെ മെഡിക്കൽച്ചൻ ചുമതല ഏറ്റുകഴിഞ്ഞു. തുടർന്ന് ഏറെ അത്യാവശ്യ പണികളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. റോഡ് ടാറിങ് ഭാഗികമായിട്ടെങ്കിലും നമുക്ക് വീടാണ്. അപ്പോഴുമായിരിക്കാം ഒരുപക്ഷെ ഈശോയെ കുറിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാടിയതും പറഞ്ഞതുമൊക്കെ അതിൻ്റെ ഒരു ആക്കാനും ചിന്തിക്കാനും ഒക്കെ നമുക്കും സാധിച്ചിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളിൽ. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഭയുടെ ആത്മാവായിട്ടുള്ള കാര്യമാണ് ദേറ. ആനിമേഷൻ കൊടുക്കുക എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ. ആനിമ എന്ന് പറഞ്ഞാൽ സോൾ എന്നാണ്. സഭയ്ക്ക് മൊത്തമായിട്ട് നല്ല ആനിമേഷനും നല്ല ജീവൻ കൊടുക്കുന്നു, ചൈതന്യം കൊടുക്കുന്നു. ഓറിയന്റേഷൻ വഴി നമ്മൾ ഓറിയന്റിന്റെ പ്രാധാന്യം, കിഴക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമ്മളൊരു സിമ്പോസിയത്തിൽ ഓറിയന്റേഷൻ ടോക്ക് എന്ന് പറഞ്ഞാല് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ ഓറിയന്റിൽ ആക്കുക എന്നത് തന്നെയാണ്. കിഴക്കിന് അഭിമുഖമായിട്ട് കിഴക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വലിയ അർത്ഥമുള്ള കാര്യമാണ് നമുക്കറിയാം. സഭയുടെ കാലവും പ്രയാസങ്ങളും പ്രതിസന്ധികളും സഭയുടെ പ്രബോധനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളുമൊക്കെ ശക്തി ആശ്രമങ്ങൾക്കാണ്, ദേറാകൾക്കാണ്. നമ്മളുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലാണ് ആശ്രമങ്ങളെ, മോണസ്ട്രീസിനെ നമ്മുടെ ദേറാകൾ എന്ന് വിളിക്കുന്നത്. ദേറ കൊച്ചുകുട്ടികൾക്ക് പോലും വാക്കിന്റെ വാസസ്ഥലം, മേച്ചിൽപ്പുറം, വീട് എന്നൊക്കെയാണ്. വീടാണ്. അതൊരു നമ്മൾ വസിക്കുന്ന സ്ഥലമാണ്. കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണ്. മേച്ചിൽപ്പുറം എന്നുകൂടെ പറയുന്നത് ആ അർത്ഥത്തിലാണ്. പൗരസ്ത്യ സുറിയാനി സന്യാസ പ്രസ്ഥാനം എക്കാലവും നല്ല മൂർച്ചയുള്ള, ലക്ഷ്യബോധമുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. വിവിധ ദേറാകള് ആധ്യാത്മിക സഭാത്മക സമ്പന്നതയുടെ അടയാളമാണ്. നമ്മൾ പൊതുവെ പറയാറുണ്ട് സന്യാസ പ്രസ്ഥാനത്തിന്റെ ഉറവിടം ഈജിപ്താണ് എന്ന്. ഇവയെല്ലാം ബാഹ്യമായ അർത്ഥത്തിലൊക്കെ അത് ശരിയാണ്. എങ്കിലും അതിനു മുമ്പ് തന്നെ സുറിയാനി സഭകളുടെ ഈറ്റില്ലമായിരുന്നു
അല്ലെങ്കിൽ ബാബിലോണിയൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നിടത്തെല്ലാം ഇഷ്ണമതികളായ താപസ്യന്മാരുണ്ടായിരുന്നു. എല്ലാ യാമങ്ങളിലും സുറിയാനിയിൽ പ്രാർത്ഥിക്കുകയും അർപ്പിക്കുകയും ചെയ്യുന്ന സംഗീതങ്ങള് അധികാലം മുതൽ ഒറിജിനലായിട്ട് ഇന്ന് നമ്മൾ പറയുന്ന ഈ ക്രിസ്ത്യ സുറിയാനി അതായ സഭയുടെ ഈ ജില്ലകളില് എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ സന്യാസ പ്രസ്ഥാനത്തിന്റെ ദേവ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ആരംഭവും വളർച്ച ഒരു സുറിയാനിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കേന്ദ്രങ്ങളിൽ ഇവിടെ ഈ ദേവ സ്ഥാപിച്ചപ്പോഴും പരിശുദ്ധ ലിറ്ററലി പ്രധാന ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവയ്ക്ക് മുഖ്യസ്ഥാനം കൊടുക്കുന്ന കാര്യമായിട്ടാണ് ഈ സ്ഥാപനത്തെ ഒരു മകരച്ചനും പിന്നീട് ഇപ്പോഴത്തെ അച്ഛന്മാരും എല്ലാം കാണുന്നതും മനസ്സിലാക്കുന്നതും. സോഴ്സസ് മലബാർ സഭയുടെ കൂടുതലായിട്ട് ഇനിയും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് നല്ല ദീർഘകാല ചരിത്രത്തോട് അതിന്റെ ഗോൾഡൻ ഏജിനോടെല്ലാം ബന്ധപ്പെട്ട പുസ്തകങ്ങളും അതിന്റെ നിരൂപണങ്ങളും അതിന്റെ വിമർശനങ്ങളും എല്ലാം ഈ ലൈബ്രറിയിൽ ഉണ്ട്. ലൈബ്രറി വളരെ ആധികാരികമായ രീതിയിൽ ക്രമീകരിച്ചു. പുസ്തകം എളുപ്പമാണ്. ഓരോ ദേറായും ശുദ്ധമായ ആരാധനാക്രമാനുഷ്ഠാന കേന്ദ്രങ്ങളാണ്. അവിടെ നമ്മൾ തിരുസഭയുടെ സ്തുതിപ്പുകളാണ് തെറ്റ് പറ്റാത്ത ഡോക്ടറിൻസ് പഠിപ്പിക്കുന്നത്. നമ്മള് നിക്കിയ സുനകദോസിന്റെ 1700 വർഷത്തിലെ 25 ആ കൗൺസിൽ കൂടിയിട്ട് 1700 വർഷങ്ങൾ ആവുകയാണ്. ആ കൗൺസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോ സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും സത്യമനുഷ്യനും ആണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. അന്ന് ആരിയൂസിന്റെ കാലമായിരുന്നു. ആരിയൂസ് ഇതിൽ രണ്ടാമത്തെ കാര്യത്തിന് ഈശോയുടെ മാനുഷികതയ്ക്ക് മടിച്ചും അല്ലെങ്കിൽ അതിൽ ബോധ്യമില്ലാതെയും അദ്ദേഹം വലിയ ആളായിരുന്നു, ആയിരുന്നു, പണ്ഡിതനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളിൽ വന്ന ഒരു പോരായ്മ അത് ഈശോ എന്ന ഏക രക്ഷകനിൽ ഒന്നിച്ച് കലർപ്പില്ലാതെ നിൽക്കുന്നു എന്നുള്ള ആ പ്രബോധനത്തിലേക്ക് വരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര നല്ല സോഷ്യൽ സർവീസ് നമ്മൾ നടത്തിയാലും അതിലൂടെ നമുക്ക് പൂർണ്ണ ദൈവമായ ഈശോയെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പ്രാധാന്യം സഭകളുടെ ഡോക്ടറിൻസ് ഡോക്മാകള് സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നതാണ്. നമ്മൾ ഈ നാളില് ലളിത ആവർത്തിച്ച് പാടുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. ഈ രക്ഷകനിൽ സത്യദൈവവും സത്യമനുഷ്യനും സമ്മേളിക്കുന്നു എന്നുള്ളത്. ഞങ്ങൾക്ക് സഹദീനൻ
ഈശോയുടെ പിറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ ആരാധനക്രമത്തില് അതിന്റെ താക്കോൽ സ്ഥാനത്ത് വരുമ്പോൾ പുണ്യ മറച്ചിരിക്കുന്ന ഈ പറഞ്ഞ കാര്യമാണ്. സഹദീനന്മാർ ഈ പ്രൈസ് ഞങ്ങൾ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നു. ലാലാഹൂസ ദൈവികത, ന്യായശൂസ മാനുഷികതയും ഒരുപോലെ കലർപ്പില്ലാതെ അതും മറഞ്ഞ് ഇഴുകിച്ചേർന്ന് പോകാതെ ഈ ഏകരക്ഷകനിൽ കൗൺസിലാണ് ഇതിന്റെ പൂർണ്ണമായ രൂപീകരണം വരുന്നത്. ആ കൗൺസിലും മുഴുവനും ഈ നൈശിയായും എഫേസസും കാൽസിഡനും മുഴുവനും ഈ ഒരു ഒറ്റ വാക്യത്തിൽ പ്രത്യേകതയാണല്ലോ. നമ്മളിപ്പോ പാടിയ ആ ഒരൊറ്റ വാക്യത്തിൽ ഈ 3 കൗൺസിലുകളും പഠിപ്പിച്ച ആ ഡോഗ്മ മുഴുവനും. അപ്പൊ അങ്ങനെയുള്ള മികവാണ് സുറിയാനി ഭാഷയ്ക്കുള്ളത്. ഞങ്ങളിവിടെ പരിശുദ്ധ കുർബാനയുടെ ക്ലാസ്സുകളാണ് തുടർച്ചയായിട്ട് കേട്ടത്. ഞാൻ ചെന്നാരോടിനെ കുറിച്ച് അനുസരിച്ചുകൊണ്ടാണ് ഇരുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ അതില് ഹോളി ട്രഡീഷൻ ഉണ്ട്, അതില് തിരുവചനങ്ങള്, നമ്മുടെ കുർബാന മുഴുവനും തേടൂറിന്റെ കുർബാന ക്രമം ആദ്യന്തം ഈ രക്ഷാകര പദ്ധതിയുടെ കാര്യമാണ്. അതിലെ ഓരോ വാക്യവും ഈ രക്ഷാകര പദ്ധതിയാണ്. അത് അതിമനോഹരമായ തേടൂറിന്റെ കുർബാനക്രമം അർപ്പിക്കുന്ന ഈ നാളുകൾ. അപ്പോൾ നമുക്ക് കുർബാനയെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. നമ്മള് മെത്രാനേറ്റ് എറണാകുളത്തും എല്ലാം വലിയ പള്ളി എല്ലാം മെത്രാനേറ്റോടുകൂടിയായിരുന്നു. അവിടെ വൈദിക വിദ്യാർത്ഥികളെ താമസിപ്പിച്ച് ക്രിയാനിയും ലിറ്റററിയും ബൈബിളും വല്യച്ഛന്മാര് പഠിപ്പിക്കുന്നു. അത്തരം ാണ് എന്ന് വിളിച്ചിരുന്നത്. ഒരു ശബ്ദവാക്യമാണ് മൽപ്പാന യൗ യുൽപ്പാന. മൽപ്പാനച്ഛൻ യൗ, he gives യുൽപ്പാന the correct doctrine. മൽപ്പാന യൗ യുൽപ്പാന എന്നുള്ള ആ ഒരു ചെറിയ വാക്യത്തിലും എന്ത് വലിയ അർത്ഥമാണ് സഭയുടെ പ്രബോധനം മുഴുവൻ കൊടുക്കുന്നു. അങ്ങനെയുള്ള മെത്രാനേറ്റുകള് വലിയ ആധ്യാത്മിക മികവ് പുലർത്തിയ വലിയ ഇടവകളിലെല്ലാം ഈ പരിശീലനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ മധ്യയിലും നമ്മുടെ ശങ്കൂരിക്കലച്ഛനൊക്കെ എനിക്കറിയാം, അച്ഛനായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സുറിയാനി പരിശുദ്ധ കുർബാന അർപ്പിച്ചയാണ്. ഏറ്റവും കൂടുതൽ നല്ല പാട്ടുകാരനായിരുന്നു. എല്ലാ മതസംസ്കാര സ്വരവും നല്ല ഭാഷാമികവും ഏറ്റവും കൂടുതൽ ഈ കുർബാനയിൽ ഈശോ സംസാരിച്ച ഭാഷയിൽ അർപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പലതവണ കൂടുകയും എന്റെ മുറിയിൽ പോയിരുന്ന കുർബാന നമുക്ക് ക്ലൈമാസ് എന്ന് പറയുമല്ലോ, വെറുതെ നമ്മൾ പഠിക്കാൻ വേണ്ടി ചൊല്ലുന്നത്, അങ്ങനെ നമുക്ക് ഒന്നിച്ച് ചൊല്ലാം എന്നൊക്കെ പറയുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുതാത്ത ഒരു സ്ഥിതിയാണ്. അത് കൂടുതൽ നമുക്ക് പഠിക്കാൻ സാധിക്കണം. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഭാഷ ഈ ഭാഷയായിരുന്നു എന്നാണ് ഇതിന്റെ വലിയ അർത്ഥവ്യാപ്തികള് നമ്മൾ പറയുന്ന വാക്കുകൾക്കെല്ലാം അപ്പുറത്ത് ഉള്ള കാര്യമാണല്ലോ. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഭാഷ ഈ
ഭാഷ ലേശാന കൽജായ ആദ്യ ഭാഷ കൽജായ ഭാഷ പൗരസ്യ മുറിയാനിയാണ്, ദൈവത്തിന്റെ ഭാഷയാണ്. സംസാരിച്ചത് ഈ ഭാഷയിലാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ആത്മസംതൃപ്തി, അതിന്റെ ഒരു പരിസരത്ത് എത്തി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നതും വിലപ്പെട്ട കാര്യമാണ്. ഇവിടെ സുറിയാനി ഭാഷയിൽ ക്രിസ്ത്യനെ തൊട്ടടുത്തുള്ള ഏതാനും കുടുംബങ്ങളിൽ വലിയ താല്പര്യം എടുക്കുന്നവരാണ്. പ്രിയപ്പെട്ട കെവിനും വീട്ടുകാരും ഇതിന്റെ മറ്റ് അയൽവക്കക്കാരും ഒക്കെ ഈ ഭാഷയോടും ഈ കുർബാനയോടും ഈ സേറാവിന്റെ പ്രത്യേകതകളാണ്. സേറായെ സംരക്ഷിക്കേണ്ടത് അതിന്റെ അയൽവക്കക്കാരാണ്. ഇവിടെയുള്ള അയൽവക്കക്കാരാണ് സേറായെ സംരക്ഷിക്കേണ്ടത്. എല്ലാ കാലത്തും സേറാ ഈ ഭാഷയും ഈ കുർബാനയും ഈ ഭാഷയിലുള്ള രാമപ്രാർത്ഥനയും ഒക്കെ കൈവിട്ട് പറയാതെ നമുക്ക് സൂക്ഷിക്കണം. നമ്മൾ വലിയ കാലഘട്ടത്തില് നമ്മുടെ തൊട്ടയൽവക്കക്കാരനായ കടവിൽ ചാണ്ടിയെ പോലെ, അല്ലെങ്കിൽ പിന്നീട് പള്ളി വീട്ടിൽ പറമ്പിൽ ചണ്ടി മെത്രാപ്പൊലീത്തായെ പോലെ, അല്ലെങ്കിൽ ഇവിടെ പ്ലാസനായിൽ നേതാവുണ്ടായിരുന്ന കുടക്കച്ചറ അൽപ്പാനെ പോലെ, പ്ലാസിഡച്ചനെ പോലെ, തെള്ളിയിലച്ചനെ പോലെ, പുനമാക്കലച്ചനെ പോലെ, ിലും അറിയാവുന്ന ആളുകള് ആണ് ഇവരൊക്കെ. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്ന ആ ക്രമങ്ങളെല്ലാം തെള്ളിയിലച്ചന്റെയും വൈകോട്ടച്ചന്റെയും ഒക്കെ പയ്യങ്ങളുടെ വിശുദ്ധായിരുന്നു എന്നുള്ള വിവർത്തനം ബൈബിളിന്റെ കാട്ടുകുന്നലച്ചനെയാണ് സിനഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ അത് വളരെ ശ്രദ്ധയോടുകൂടി മലയാളത്തില് പൂർത്തീകരിക്കപ്പെട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സുവിശേഷങ്ങള് പ്രത്യേകിച്ചും അതിന്റെ സ്വല്പ വ്യത്യാസങ്ങളെ ഉണ്ടെങ്കിലും ദാശരഥൻ പറയുന്ന പോലെ ആ ചെറിയ അത്തരത്തിൽ നമുക്ക് നമ്മുടെ സഭ കണ്ട വലിയ വ്യക്തികളെ കുറിച്ച് പറയമാക്കൽ ഗവർണർ, എതിരിക്കൽ മാണിയച്ഛന്, പനങ്കുടിക്കൽ വലിയച്ഛന്, പറയമാക്കൽ തോമാക്കത്തനാരിന്റെ സഹോദരനായ പാണ്ടിമൽപ്പാന്, നമ്മളെല്ലാം ഈ സഭ കണ്ട വലിയ പണ്ഡിതന്മാരാണ്. അതിൽ 99% ആളുകളും നമ്മുടെ രൂപതയ്ക്കുള്ളിലാണ്. ഈ പറഞ്ഞ ഈ പാലാരൂപതയ്ക്കുള്ളിലാണ്. ഈ പറഞ്ഞ ആളുകളെല്ലാം തന്നെ എന്ത് വലിയൊരു ഭാഗ്യമാണ്. ഈ എല്ലാം എഴുതി പഠിപ്പിച്ച ആളുകളെ ഇവിടെ നിന്നാണെന്നുള്ളത് ദൈവത്താൽ അനുഗ്രഹീതമായ ഈ മിഡിൽ ട്രാവൻകൂറിന്റെ ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകളാണ്. അങ്ങനെയുള്ള വലിയ എല്ലാവരും ഞാൻ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യാണ്. ഈ വലിയ കേന്ദ്രം ഇനി കുഴപ്പമുണ്ട്, ഇത് വളർന്ന് വലുതായി ഇതൊരിക്കലും ഇതിന്റെ പ്രസക്തി കുറയുകയില്ല. ഭാഗമാണ് ഈ പറമ്പ് നൽകിയത്. ബഹുമാനപ്പെട്ട പെരുമ്പ്രായിൽ സാറിന്റെ താല്പര്യം കൊണ്ടുകൂടിയാണ് നമുക്കിവിടെ ഈ മനോഹരമായ ഈ സ്ഥലം കിട്ടിയത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഒരിക്കൽ കൂടി ഈ വലിയ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ ആൻഡ്രൂസ് കുന്നേലിനെയും പ്രിയപ്പെട്ട ലക്ഷ്മിയും ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ അൽഫോൻസ് സ്വാമിക്ക് സമർപ്പിക്കുന്നു എന്റെ വാക്കുകൾ. നമ്മള് ജൂലൈ 3-ാം തീയതി ആരംഭിച്ച നമ്മുടെ കോഴ്സ് 26 ക്ലാസ്സുകൾ നമ്മൾ ഇതിലേക്ക് ക്രമീകരിച്ചിരുന്നു.
നമ്മൾ നേരത്തെ അറിയിച്ചതിന് പ്രകാരം 20 ക്ലാസ്സിലെങ്കിലും കൂടിയവർക്കാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ കിട്ടിയവരുടെ കയ്യിലുള്ളവരുടെ പേരുകൾ ഇപ്പോൾ വിളിക്കാം. അവസാനം കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, എല്ലാവരുടെ സർട്ടിഫിക്കറ്റ് താഴെ ഉണ്ട്. ശേഷം പേര് വിളിക്കുന്ന ക്രമത്തിനനുസരിച്ച് മുന്നോട്ട് വന്ന് പിതാവിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാം. ടോണി എം ജോർജ് മണിനാഥൻ. ടോണി എം ജോർജ് മണിനാഥൻ. എമിയോ മാണി. മാർട്ടിൻ ബേബി. മേരി സെബാസ്റ്റ്യൻ ചേനശ്ശേരി. മേരി സെബാസ്റ്റ്യൻ ചേനശ്ശേരി. മിനിമോൾ മാത്യു കൊട്ടുപള്ളി. ക്രിസ്റ്റി ജോസഫ്. റോബിൻ ജി ഓരത്തേൽ. പള്ളിവാറുക്കൽ. ജോസഫ് തോമസ് പള്ളിവാറുക്കൽ. ജോസഫ് തോമസ് പള്ളിവാറുക്കൽ. മേഴ്സി. ഗീത ജെ മേഴ്സി. ജി മേഴ്സി. ഗീത ജി മേഴ്സി. വത്സ ജോയി പനക്കൽ. വത്സ ജോയി പനക്കൽ. ത്രേസ്യാമ തോമസ് ഷീന റോബി. ത്രേസ്യാമ തോമസ് ഷീന റോബി. തോമസ് പി ജെ പള്ളിവാറുക്കൽ. സ്മിത തോമസ് കുടിവേലി. സെബാസ്റ്റ്യൻ ബി ആലഞ്ചേരി. സഞ്ജയ് ഫ്രാൻസിസ് ജോർജ്. ഔസേഫ് എൽ കല്ലുപിടിക. ഔസേഫ് എൽ കല്ലുപിടിക. മേരി സെബാസ്റ്റ്യൻ താനശ്ശേരി. മേരി സെബാസ്റ്റ്യൻ താനശ്ശേരി. ത്രേസ്യാമ ഡേസി കുര്യൻ ചെലച്ചൂർ. ശശി ബാബു. ത്രേസ്യാമ പാളിപ്പാടി. ഫിലിം സെബാസ്റ്റ്യൻ. ഷിജി തോമസ് കരിമ്പുകാലായി. ഷിജി തോമസ് കരിമ്പുകാലായി. സീന രൂപേഷ്. തനു മാത്യു. തനു മാത്യു പൊത്തനാലിക്കൽ.
ജെസ്സി സെബാസ്റ്റ്യൻ മാവേലിക്കർ. ജെസ്സി സെബാസ്റ്റ്യൻ. ഡെന്നി സർവീസ്. ഡെന്നി കാരാകുന്നൽ. ഡെന്നി ജെസ്സി സെബാസ്റ്റ്യൻ മാവേലിക്കർ. ജോർജ് സി ടി. ബിനോയ് മാത്യു പൂന്നൂട്ടി. ഡെന്നീസ് മാത്യു തോമസ്. ഡോണ തോമസ് ചന്ദ്രൻകുണ്ട്. കുര്യൻ ചേരച്ചൂർ. CM കുര്യൻ. ബോബി ജോസ് അഞ്ചാനിക്കൽ. ബോബി ജോസ് അഞ്ചാനിക്കൽ. അന്നമ്മ പോൾ കാരിക്കൻ. നിതിൻ ജോൺ മരിയമിരി. നിതിൻ ജോൺ മരിയമിരി. നോബൽ വർഗീസ്. നോബൽ വർഗീസ്. മാത്യു വി ജെ വെള്ളപ്ലാൻ. മേരി മാത്യു പള്ളി മാത്യു. മഞ്ജു കുഞ്ചേറിയ മാപ്പിളശ്ശേരി. റോബി സെബാസ്റ്റ്യൻ മേനാച്ചേരി. രാജേഷ് ജോർജ് ജേക്കബ് മണലേരി. ജിമ്മി ആന്റണി. കൊച്ചുറാണി. ജെസ്സി തോമസ് നടുകുട്ടി. KJ പോൾ കാരിക്കുമുകൾ. ലാലു ലോറൻസ്. ചിത്രമ ദേവസ്യ. കൊച്ചുകുന്നത്ത് പറഞ്ഞു. മൈക്കൽ ടി ജി. MD ജോസഫ് മൂഞ്ഞേലി. MD ജോസഫ് മൂഞ്ഞേലി. MD ജോസഫ് ഉണ്ടോ? ഡോക്ടർ ഫ്രാൻസിസ് ജോസഫ്. ലോറൻസ് എം ദാസൻ.
ശ്രീരാമ ജോർജ് ജോണി ചെറിയ ഒത്തിരി പേർക്ക് കിട്ടാനുണ്ടോ? താഴെ ഒന്നോടെ നമുക്കൊന്ന് നോക്കിയിട്ട് പറയാം. ഒന്ന് കൈ എടുത്താമോ? ഞങ്ങളെ ലിസ്റ്റ് കൂടെ ഒന്ന് എടുത്തോണ്ട് വരാം. എന്നിട്ട് നോക്കാം. താഴെ ഇരിപ്പുണ്ട് സർട്ടിഫിക്കറ്റ്. കാരണം പേര് അവിടെ തന്നേക്കാത്തുന്ന ഏതാണെന്ന് തിരിച്ചറിയുന്ന കാര്യം. ഞാൻ വിളിച്ചു പറഞ്ഞതിന്റെ ഒന്നോടൊന്ന് പറഞ്ഞേക്കാൻ കൈ കിട്ടിയത് ഷോണി എം ജോർജ് ഉണ്ടെങ്കിൽ പറയണം. ജോസഫ് തോമസ് പള്ളിവാതിക്കല്, ബിനിതാൻ ജി മേഴ്സി, വത്സ ജോയി, മേരി സെബാസ്റ്റ്യൻ, ജെസ്സി സെബാസ്റ്റ്യൻ, ജെന്നി സയൻസ്, ജെസ്സി സെബാസ്റ്റ്യൻ, ഡോണ തോമസ്, മഞ്ജു മുഞ്ചരിയ, ജോസഫ് പി തോമസ്, എം ഡി ജോസഫ് മുങ്ങേലി, ഇത്രയും കൂടി ഇരിപ്പുണ്ട്. ഞാനൊക്കെ വിളിച്ചു പോകാം. അപ്പൊ ഉള്ളവരൊന്നും ഏറ്റാണ്. ഷേർലി ക്ലിയാച്ചൻ, ഏലിയാമ്മ എം ജെ കോനാട്ട്, അബിയ കെ രാജേഷ്, ആൽവിൻ ജോസ്, ഏലിയാമ്മ ജോർജ് പൂർവികോട്ട്, ആന്റണി സി എൽ, ആൻമേരി ജോസഫ്, ആൻമേരി ചാന്ദിനി, അന്നമ്മ ജേക്കബ്, ആനി മേരി, അതുല്യ ജോസഫ്, മിസ്റ്റർ ബിജോ തോമസ്, ഭാഗ്യ ഷാജു, ബോബി വർഗീസ്, ബേബി ജോസഫ്, നേരെ വീട്ടിൽ, ബിബീസ് കറിയ, ജസ്റ്റിൻ മാത്യു, ബിജു വെട്ടിക്കാരൻ, ടി ഐ തോമസ്, ഡെയ്സി എം തോമസ്, ജിന്നി തോമസ്, ജെയിംസ് ജിം തോമസ്, ജെയിംസ് ആന്റണി, ജാൻസമ്മ ജോർജ്, ജെസ്സി സിബി, ജാൻസമ്മ, ജിജു അഞ്ജനദാസ്, ജിൻഡു ജോസ്, ജോബിൻ തോമസ്, മിസസ് ജോബി ഷിബു. ഉള്ളവരെന്ന കൈ പൊക്കണേ. ജോബി ഷിബു, ജോൺസൺ ഗൂലോത്ത്, ജോളി ജോസഫ് പുത്തമ്പറമ്പിൽ, ജോമോൻ ജോസഫ്, നാട്ടുമാറ്റലല്ലേ, ജോസ് ആന്റണി പള്ളിവാതിക്കൽ, ജോസഫ് ആന്റണി മൂത്തേടത്ത്, ജോഷമ്മ റാണി അനിൽ, ജ്യോതി തോമസ്, നിഷ വർഗീസ്, അന്നമ്മ വർഗീസ് ഓലിക്കൽ, ലൂസിക്കുട്ടി ജോണി, സാൻഡി മാത്യു ചാലശ്ശേരി, മാത്യു കെ ടി കണ്ടത്തിപ്പറമ്പിൽ, മാത്യുക്കുട്ടി ജോർജ് നേക്കാട്ടുകുന്നിൽ, മീര വിൽസൺ കിഴക്കുന്തല, മേഴ്സി മൈക്കിൾ തെക്കേ കുരുവിനാൽ, മിൽജു മാത്യു, മിനി ജോൺസൺ, മോളിക്കുട്ടി ജോസഫ്,
മോളി ടോം, മോളിക്കുട്ടി ജോസഫ് ഉണ്ടോ? മോളി ടോം ഓലിക്കര, റെജിമോൾ മാത്യു, റെന്നി ജോസഫ് സുബ്രഹ്മണ്യ, റോസമ്മ ആന്റണി മറ്റത്തിൽ, റോസമ്മ ജോയി ആക്കപ്പടിക്കൽ, റോയി ജോസഫ് തുണ്ടത്തിൽ, റൂബി ജോസഫ് വെണ്ണായംപറമ്പ്, റൂബി സിജോമാൻ പാറയ്ക്കൽ, തലേഷ് എം സി, ഷാൻഡി പൗലോസ്, ഷെറിൻ തോമസ്, ഷിനി തടത്തിൽ, ചിത്തി സാബു, സിസ്റ്റർ ലിൻഡ ജോർജ് എസ് എച്ച്, തോമസ് രാജു, ടോം സെബാസ്റ്റ്യൻ, തോമസ് ജോസഫ്, തങ്കമ്മ ചാക്കോ, വി പി ദേവസ്യ, വർഗീസ് എം ജെ, വിജി പോൾ, താൻസി ജോൺ, ജയ്സമ്മ ബിജോ തോമസ്, നീതു ബാബു, നിഖിൽ ജോർജ് കൊട്ടാരത്തിൽ, പി എ ജോർജ് കുട്ടി, ഫിലോമിന മാത്യു, റജിമോൾ മാത്യു, വിധു അമൻ, റിസ സെബാസ്റ്റ്യൻ, കിബിൻ ടോമി, തോമസ് കുര്യാക്കോസ്, സുനിൽ വർഗീസ്, സിമിമോൾ മാത്യു, സിജി മാത്യു, കെബി പെരേപാടൻ, ഷാൻലി ജോളി, സജി ജോർജ്, റോയി മാത്യു, സിജോ മാത്യു പാറയ്ക്കൽ, സ്റ്റെല്ല പോൾ പുന്നയ്ക്കൽ, സ്വപ്ന ബെന്നി, റെന്നി ജോസഫ്, റോസ് ജിമ്മി കടകനാൽ, മിനി തോമസ്, ജോണി ജോസഫ്. ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ഇനി ആർക്കൊക്കെയായിരുന്നു പേര് പറയാമോ? ടോമോ തോമസ്, കുഞ്ഞമ്മ ജോൺ, കുഞ്ഞമ്മ ജോൺ, കുഞ്ഞമ്മ ജോൺ. ജാഗർ, കുര്യൻ ജാഗർ, കോശി എബ്രഹാം, കിഷോർ പി ടി, കെ എം ഫ്രാൻസിസ് കുറ്റിക്കാട്ട്, ജോസി ജോബി സാൻഡി, ജോസഫ് തോമസ് കെ കുറ്റ്യാനിയിൽ, ജോസഫ് കെ ജെ പുള്ളിമാക്കൽ, ജോസഫ് ജോമോൻ തോമസ്, ജോമി ജോസഫ് ഹൈദർകാവിൽ, ജോമിഷ ടി ജെ, ജോജി സേവ്യർ, ജോബിൻ ജെ ജോസഫ്, ജിൻസി ജോസഫ്, നോയൽ ജോർജ്, ജസിമോൾ ആന്റണി, ചിബിൻ ജോസ് ലൂയിസ്, ജ്യോതിഷ് ജോൺസൺ ജോസ്, സജിമോൻ എബ്രഹാം, മീര ബേബി, തേജസ് തോമസ്, റോസമ്മ ആന്റണി മഠത്തിൽ, മിനി തോമസ് മാവേലിക്കളം, ജ്യോതിഷ് ജോൺസൺ ജോസ്, ജയ്സി ഷാജി, മാജ ടോം. ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ഇതുപോലെ 37 തരാം, എഴുതൽ ഇതുപോലെ അടിക്കാം. ഇതുപോലെ താഴെ ഉണ്ടാവും. അതിന് നമ്മൾ വന്നപ്പോൾ ടിക്ക് ഇടാൻ പറഞ്ഞിരുന്നോണ്ടാണ് എടുത്തു തരാൻ.
രണ്ടുപേരല്ലേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ആർക്കെയും കിട്ടാനില്ലല്ലോ? ബാക്കി അവസാനം അടിച്ചു തരാം. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറ്റവും ആദ്യം പിതാവ് വളരെ തിരക്കുകൾക്കിടയിൽ ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുവാനായിട്ടും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ടും പിതാവ് കൂടി എത്തുകയായിരുന്നു. പിതാവിനെ നല്ലൊരൊപ്പം നമുക്കുള്ള എല്ലാ സപ്പോർട്ടും, പ്രത്യേകിച്ച് നമ്മൾ ജൂലൈ മാസത്തിൽ 3-ാം തീയതി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം കൃത്യമായിട്ടൊരു പോലും കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുകയായിരുന്നു, ഈ സമയത്ത് ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ എനിക്ക് ഇടിവെട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഇത്തവണ ക്ലാസ്സുകളനുസരിച്ച് 1-2 ദിവസങ്ങളിൽ ചെറിയ മഴ പെയ്തു എന്നല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഒരു തടസ്സവും നമുക്കുണ്ടായില്ല. ഓണത്തിൽ അന്ന് പോലും നമ്മളിവിടെ ക്ലാസ് വെച്ചു, അന്നും ആളുകൾ പാർട്ടിസിപ്പേഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അനുവാദങ്ങളും നൽകി നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അതിന്റെ പിതാവാണ്. അതിന്റെ പിതാവിനെ ഏറെ സ്നേഹത്തോടെ നമ്മൾ നൽകുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഡയറക്ടർ അച്ഛൻ ആൻഡ്രൂസ് അച്ഛൻ, ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ ആയിരുന്നപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന വലിയൊരു ആശങ്കയിലായിരുന്നു. പിതാവ് എല്ലാ അനുവാദങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പിതാവ് പറയുന്നുണ്ടെങ്കിലും ആൻഡ്രൂസ് അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തയ്യാറാക്കിയ ഒരു ജീവനായത്. അച്ഛൻ വന്ന ഉടനെ തന്നെ ക്ലാസ് ആരംഭിച്ചു. അതോടുകൂടി നിങ്ങളുടെ വന്നതോടുകൂടി തന്നെ മറ്റു പലരും നമുക്കിവിടെ സാറിന്റെ പ്രോഗ്രാമിന് വേണ്ടി അതും ആരംഭിച്ചു. അതെല്ലാം അതിന്റെ റണ്ണിങ്ങിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്കിവിടെ സഹായികളായിട്ട് പിതാവ് തന്റെ പ്രസംഗത്തിനിടയിൽ സൂചിപ്പിച്ചു, നമ്മുടെ കുർബാനയ്ക്ക് വരുന്നു. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവരിവിടെ ഇപ്പോഴും സന്നദ്ധരാണ്. ഏതാവശ്യത്തിനും അവര് കൂടെയുണ്ട്. അവര് അയൽക്കാരോടൊപ്പം തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ അവസാനം കുറിക്കുമ്പോൾ ഇവിടെ വരികയും നമ്മുടെ ഈ മീറ്റിംഗിലായിരിക്കും പരിചയപ്പെടുവാൻ നിങ്ങൾ കാണിച്ച ആ വലിയ സന്മനത്തിന് അവരോട് നന്ദിയോട് ഓർക്കുന്നതോടൊപ്പം നിങ്ങളുടെ ചെല്ലുന്ന ഇടവകളില് നമ്മുടെ ഏറെ കുറിച്ചും പാരമ്പര്യത്തെ കുറിച്ചും ഒക്കെ പറയുവാനായിട്ടും അത് മറ്റുള്ളവരിലേക്ക് നൽകുവാനായിട്ടും ഒക്കെ നിങ്ങളെല്ലാം ശ്രമിക്കുമല്ലോ എന്നുള്ള ഒരു സന്തോഷത്തോടും കൂടി എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി. നമുക്ക് സംസാരമുണ്ട്, പലയിലേക്കുമില്ല. ഇനിയും സർട്ടിഫിക്കറ്റുകളുടെ ചിലര് ഇവിടെ രാവിലെ നമ്മൾ കുർബാന കഴിഞ്ഞപ്പോൾ കുർബാന പുസ്തകം വേണമെന്ന് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു. പുസ്തകം താഴെ എത്തിയിട്ടുണ്ട്, അത് നമുക്ക് അവിടെ നിന്ന് മേടിക്കും. ആ ലൈബ്രറിയിലുണ്ട് കേട്ടോ. നമ്മുടെ ലൈബ്രറിയിൽ
സോറി എനിക്ക് എനിക്ക് തരാനോ എനിക്ക്